أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു തആല ഈ ദിവസത്തെ ഒരു അനുഗ്രഹീതമായ പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്നെല്ലാം പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഹിമായത്തും നാം ഏവരിലും സലാമത്തും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇന്ന് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയ ചില ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ, ഉത്ബോധനങ്ങൾ അടങ്ങിയ ചില മഹത് വചനങ്ങൾ, പ്രവാചകൻ്റെ തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുന്നു. ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. عن سلمان الفارسي رضي الله عنه قال قال نبي صلى الله عليه وسلم لا يأتسل رجل يوم الجمعة ويطهر ما استطاع من الطهر ويدهن من دهنه أو يمس من طيب بيته ثم يخرج فلا يفرق بين اثنين ثم يصلي ما كتب له ثم ينصت إذا تكلم الإمام إلا غفر له ما بينه وبين الجمعة الأخرى. റവാഉൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ പ്രഗത്ഭമായ ഗ്രന്ഥത്തിൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അൻ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ജുമുഅ ദിവസം കുളിക്കുകയും കഴിവിൻ്റെ പരമാവധി ശുദ്ധീകരിക്കുകയും എണ്ണ പുരട്ടുകയോ തൻ്റെ അടുക്കലുള്ള സുഗന്ധം പൂശുകയോ ചെയ്ത് മസ്ജിദിലേക്ക് പുറപ്പെടുകയും മുന്നോട്ടു പോകുവാനായി രണ്ടുപേരെ അകറ്റാതിരിക്കുകയും തൗഫീക്കിനനുസരിച്ച് സുന്നത്ത് നമസ്കരിക്കുകയും ഇമാം ഖുതുബ തുടങ്ങുമ്പോൾ നിശബ്ദത പാലിക്കുകയും ചെയ്താൽ ആ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ വെള്ളിയാഴ്ചയായാൽ ആ വെള്ളിയാഴ്ചയുടെ നിയ്യത്തിൽ, അഥവാ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ അത് സുന്നത്ത് കുളിയാണ് എങ്കിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ വെള്ളിയാഴ്ചയുടെ കുളിയുടെ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയായാൽ ആ നിയ്യത്തോടുകൂടി കുളിക്കുകയും പരമാവധി ശുദ്ധീകരിക്കുകയും ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ള സർവ്വവിധ അഴുക്കുകളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളുമെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഗോപ്യമായ നമുക്ക് ബോഡി വേസ്റ്റ് എന്നറിയപ്പെടുന്ന രോമങ്ങൾ, അതുപോലെ തന്നെ നഖങ്ങൾ ഒക്കെ നീക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നല്ലവണ്ണം ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ എണ്ണ പുരട്ടുന്നതും പ്രത്യേകമായ സുന്നത്താണ്. അത് വെള്ളിയാഴ്ചയല്ല, മറ്റെല്ലാ ദിവസങ്ങളിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എണ്ണ പുരട്ടുക തലയിൽ.
അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരട്ടിയിരുന്നു. അതുകൊണ്ട് ഞാനും അത് പുരട്ടുന്നു, എനിക്കും ആ ഒരു പുണ്യം വേണം എന്നുള്ള നിയ്യത്തോടു കൂടി എണ്ണ പുരട്ടിയാൽ അതും ഇബാദത്താണെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എണ്ണ പുരട്ടുകയോ അല്ലെങ്കിൽ എന്നിട്ട് വൃത്തിയായ ശേഷം തൻ്റെ അടുക്കലുള്ള സുഗന്ധം പൂശുകയോ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സുഗന്ധം പൂശൽ പ്രത്യേകമായ സുന്നത്താണ്. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും സുഗന്ധമുണ്ടെങ്കിൽ പൂശൽ സുന്നത്താണ്, എങ്കിൽ കൂടി വെള്ളിയാഴ്ച പ്രത്യേകമായ സുന്നത്താണ് എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നേരത്തെ ചെന്നവർ ആദ്യത്തെ സഫുകളിൽ ഇരിക്കുന്നുണ്ടാകാം. അവരെയൊക്കെ നമ്മൾ പിടിച്ചു മാറ്റിയിട്ട് അവരെ ഇടയിലൂടെയൊക്കെ കടന്നു പോകാതിരിക്കുക എന്നുള്ളതും അങ്ങനെ കടക്കാൻ പാടില്ല എന്നുള്ളതുമാണ് ഈ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നത്. അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരാൾക്ക് വലിയ മഹത്വമോ പണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ എന്നുള്ള രീതിയിൽ പ്രത്യേകമായ സ്ഥാനമാനങ്ങളൊന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ തത്വമെന്ന് പറഞ്ഞാൽ ആദ്യം ആരാണോ പള്ളിയിൽ ചെല്ലുന്നത് അവർക്കായിരിക്കണം ആദ്യത്തെ സൊഫുകൾ. അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ അശ്രദ്ധമായി മുന്നോട്ടുള്ള സൊഫിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി അടുത്തുള്ളവരെയൊക്കെ ഇങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് അവരെ ഇടയിലൂടെയൊക്കെ കയറി പോകുന്ന ഒരു സംവിധാനം നമുക്ക് കാണാനും കഴിയും. പക്ഷേ നമുക്ക് ഫ്രണ്ടിലോട്ട് സ്ഥലമുണ്ട് എങ്കിൽ ഇവരോട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പതുക്കെ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കടന്നു പോകുക. അതല്ലാതെ നമ്മൾ ഒരു ധാർഷ്ട്യത്തോടു കൂടി ഇങ്ങനെ പിടിച്ചു മാറ്റി ചില അഹങ്കാരത്തോടൊക്കെ കൂടി ഇങ്ങനെ കയറിപ്പോകുന്നതായി കാണാം. അത് തികച്ചും തെറ്റാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പള്ളിയിൽ ചെന്നവർക്ക് ആദ്യത്തെ സൊഫുകളാണ്, അങ്ങനെയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി പള്ളിയിൽ കയറി കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. വെള്ളിയാഴ്ച ആകുമ്പോൾ അതിന് പ്രത്യേകമായ കൂലിയാണ്. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിസ്കരിച്ച ശേഷം ഇമാം ഖുതുബ തുടങ്ങുമ്പോൾ നിശബ്ദത പാലിക്കുകയും ചെയ്ത് കൊണ്ട് അങ്ങനെ ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സംസാരങ്ങൾ, നമ്മൾ അടുത്തിരിക്കുന്നവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുക, അതൊക്കെ തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇമാം ഖുതുബ ആ മെമ്പറിൽ കയറുമ്പോൾ എത്രത്തോളം എന്നാൽ നമ്മൾ നമസ്കാരത്തിൽ എത്ര പ്രാധാന്യം നൽകുന്നു. അവിടെ നമസ്കരിക്കാൻ ഒരാൾ കൈകെട്ടി കഴിഞ്ഞാൽ മറ്റുള്ള പുറത്തുള്ള ഒരു സംസാരവും നമ്മൾ സംസാരിക്കാറില്ലല്ലോ. അതുപോലെ ജുമയുടെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം, അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇമാം ഖുതുബ ഓതാൻ വേണ്ടി മെമ്പറിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ആ ഖുതുബയെ ശ്രവിക്കണം. അത് ഇബാദത്താണ് എന്നാണ്. അഥവാ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ളുഹർ നമസ്കാരം 4 റക്അത്താണ്, വെള്ളിയാഴ്ച ദിവസം ജുമ 2 റക്അത്താണ്. കാരണം 2 റക്അത്ത് ജുമ ഖുതുബ എന്ന് പറയുന്നത് 2 റക്അത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ ആ ഖുതുബ എന്നത് അവിടെ പറയുന്ന ഹദീസുകളും ആയത്തുകളും ഒക്കെ പ്രവാചകൻ്റെ തിരുവചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ്. അതുപോലെ ആ ഖുതുബയെ വളരെ ശ്രദ്ധാപൂർവം നമ്മളത് ശ്രവിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മളെ ഉണർത്തുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഇത്രയും പറയപ്പെട്ട ഈ ശ്രേഷ്ഠതയനുസരിച്ചുകൊണ്ട്, ഈ പറയപ്പെട്ട പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ജുമയെ വരവേറ്റുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആ ചിട്ടകളും ആ ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ നമ്മൾ ആ ജുമയെ ഉപയോഗപ്പെടുത്തിയാൽ ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള സർവ്വപാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടുവാൻ കാരണമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആ പ്രത്യേകതകളും മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വരവേൽക്കുവാനും ഒരുപാട് പുണ്യകർമ്മങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു തആല ദുആ വരെ സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകമായ സമയം അതിനകത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ആ വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സഹോദരങ്ങളെ, സഹോദരിമാരെ, വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സൂറത്ത് കൗഫ് ഓതുവാനും തസ്ബീഹ് നമസ്കരിക്കുവാനും അതുപോലെ തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാനും ഒക്കെ നാം പരിശ്രമിക്കണം എന്നാണ് ഈ അധ്യാപനങ്ങൾ, ഈ ഖുർആൻ വചനങ്ങൾ, ഹദീസ് വചനങ്ങളൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ച പരിപൂർണമായി അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസം, ഈ പ്രഭാതത്തിൻ്റെ ഈ വെള്ളിയാഴ്ച
അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിനായി കഴിച്ചു കൂട്ടുവാനും ഒരുപാട് സുഹൃതങ്ങൾ, ഒരുപാട് നന്മകൾ ചെയ്യുവാൻ ഈ പ്രഭാതം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളോ മറ്റേതെങ്കിലും സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രഭാതം ഈ വെള്ളിയാഴ്ച നേർന്നുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.